ഗോളം സിനിമ നമ്മുടെ സിദ്ദിഖ് ലാൽ, അതുപോലെ തന്നെ ദിലീഷ് പോത്തൻ, സണ്ണി വെയിൻ എന്നിവരൊക്കെയാണ് സിനിമയിൽ എടുത്തു പറയേണ്ട ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ നോക്കുകയാണെങ്കിൽ ഒരു പോലീസുകാരനുണ്ട്, അദ്ദേഹം അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ച വെച്ചിട്ടുണ്ട്. സിനിമയുടെ റിവ്യൂയിലോട്ട് തന്നെ നമുക്ക് നോക്കാം. സിനിമ തുടക്കം തന്നെ ഒരു ക്രൈം നടക്കുന്നു. അപ്പോൾ അതിൻ്റേതായ രീതിയിൽ സിനിമേൻ്റെ പ്രസൻറ്റേഷൻ ലെവലാണെങ്കിലും ഒരു ഹൈപ്പാണെങ്കിലും ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റൈലാണെങ്കിലും എല്ലാ രീതിയിലും നമുക്കൊരു ഇൻട്രസ്റ്റ് അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ ഒരു ത്രില്ല് അവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു ത്രില്ല് ഒരിടത്ത് എത്തിയപ്പോൾ സിനിമ എവിടേക്കോ നഷ്ടമായ പോലെ എനിക്ക് പേഴ്സണലി തോന്നി. പിന്നെ സിനിമയുടെ മെയിൻ തീം അല്ലെങ്കിൽ മോട്ടീവൊക്കെ വന്നപ്പോൾ സിനിമ കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഒരു അൺയൂഷ്വൽ ഒരു കണ്ടൻറ്റാണ് ഇവരിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതുതന്നെയാണ് സിനിമ കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ആയതും സിനിമയ്ക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു റെസ്പോൺസ് ആണ് സിനിമയ്ക്ക് തിയേറ്ററുകളിൽ നിന്ന് വന്നവർക്ക് പറയാൻ സാധിച്ചതും. പിന്നെ നോക്കുകയാണെങ്കിൽ സിനിമേൻ്റെ ഓവറോൾ സെക്കൻഡ് ഹാഫ് ഫസ്റ്റ് ഹാഫ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് ഒക്കെ നോക്കുമ്പം സിനിമ ഓൾമോസ്റ്റ് എല്ലാവർക്കും ത്രില്ലടിപ്പിച്ച് കാണാൻ പറ്റുന്ന ഒരു ജേണർ എന്ന രീതിയിലാണ് അവർ എടുത്തു വെച്ചിരിക്കുന്നത്. പിന്നെ നോക്കുകയാണെങ്കിൽ സിനിമയുടെ ക്ലൈമാക്സ് ഒക്കെ എത്തിയപ്പോൾ അവർ എക്സിക്യൂട്ട് ചെയ്യുന്ന സീൻസൊക്കെ അത്രയധികം ഒരു പെർഫോമൻസ് കുറവാണെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. എവിടെ എന്തോ കുറവുള്ള പോലെയാണ് എനിക്ക് തോന്നിയത് സിനിമയിൽ. മാക്സിമം പുതുമുഖങ്ങൾ അയച്ചവർ അവിടെ ഇവിടെ ആയിട്ട് വെച്ചുകൊണ്ടായിരിക്കണം ചിലപ്പോൾ ആ രീതിയിൽ എനിക്ക് തോന്നിയത്. കുറച്ചും കൂടി നല്ലൊരു കാസ്റ്റ് സിനിമയിൽ പ്രസൻറ്റ് ചെയ്യാമായിരുന്നു. അപ്പോൾ കുറച്ചും കൂടിയും ഒരു പ്രമോഷൻ ലെവലാണെങ്കിലും സിനിമ കുറച്ചും കൂടി എവിടെയെങ്കിലുമൊക്കെ എത്തിയായിരുന്നു തന്നെ. എന്നാൽ പോലും സിനിമയ്ക്കൊരു ആവറേജ് ആണെങ്കിലും ഒരു ഗുഡ് മൂവി എന്ന രീതിയിൽ സിനിമേൻ്റെ റെസ്പോൺസ് എത്തിക്കാൻ സാധിച്ചു സിനിമ തിയേറ്റർ റിലീസിൽ. എന്തായാലും സിനിമേൻ്റെ OTT റിലീസിൽ സിനിമ കുറച്ചും കൂടി ജനപ്രീതി നേടിയെടുക്കുമെന്ന് കാത്തിരിക്കുകയും ചെയ്യാം നമുക്ക്. സിനിമ തിയേറ്ററിൽ പോയി കണ്ടവരൊക്കെ കമൻറ്റ് ബോക്സ് ചെയ്യപ്പെടുത്തുക സിനിമേൻ്റെ അഭിപ്രായം. ഒരു കാര്യം വിട്ടുപോയി, സിനിമയ്ക്ക് സെക്കൻഡ് പാർട്ട് ലീഡ് ചെയ്യുന്ന രീതിയിലാണ് സിനിമ അവസാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയ സിനിമയൊന്നല്ല, സെക്കൻഡ് പാർട്ട് വരെ സിനിമയ്ക്ക് വരുന്നുണ്ട്. എന്തായാലും സിനിമ കണ്ടവർ സിനിമേൻ്റെ അഭിപ്രായം കമൻറ്റ് ബോക്സ് ചെയ്യപ്പെടുത്തുക. എന്തായാലും സിനിമ പല സ്ക്രീൻസിലായിട്ട് ഇപ്പോൾ 1-2 ഷോസാണ്. എന്തായാലും OTT റിലീസ് അപ്ഡേറ്റ് ആയിട്ടാണെങ്കിൽ ചാനൽ അറിയിക്കുന്നതായിരിക്കും. കൂടുതൽ സിനിമ അപ്ഡേറ്റ്സിനായിട്ട് സബ്സ്ക്രൈബ് സ്റ്റോക്ക് സ്റ്റുഡിയോസ്.